നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയർ പ്രശ്നങ്ങൾ വിടാതെ പിന്തുടരുന്നത് കണ്ട് ആരാധകർക്ക് വലിയ നിരാശയാണ്. നീണ്ടകാലം പരിക്കേറ്റ് പുറത്തു നിന്നിട്ട് തിരികെ വന്ന് 2 മത്സരങ്ങളിൽ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് മാത്രം കളിച്ച് വീണ്ടും പരിക്ക് പറ്റി അദ്ദേഹം പുറത്തുപോയി. ഇപ്പോഴിതാ റിക്കവറി പീരീഡിലൂടെ നല്ല രൂപത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഫ്രണ്ട്ലി മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ അൽ ഫൈഹയ്ക്കെതിരെയുള്ള ഫ്രണ്ട്ലി മത്സരത്തിൽ അദ്ദേഹം ഗോളും അസിസ്റ്റും നേടി. അതിനിടയ്ക്ക് ഒരു ഹെഡ് ഇഞ്ചുറി ഉണ്ടായി. പക്ഷേ അതൊരു പ്രശ്നമല്ലായിരുന്നു. അദ്ദേഹം കളി വീണ്ടും തുടരുന്ന കാഴ്ചയും കണ്ടു. ഒരു ചെറിയ ആശങ്ക അവിടെ ആരാധകർക്ക് ഉണ്ടായിരുന്നെങ്കിലും അതിൽ കാര്യമില്ല. പക്ഷേ ഇന്നലെ അദ്ദേഹം ട്രെയിനിങ് മിസ് ചെയ്തു. അൽ ഹിലാൽ ഇപ്പോൾ അൽ ഇത്തിഹാദുമായിട്ടുള്ള കിങ് കപ്പ് ഓഫ് ചാമ്പ്യൻസിൻ്റെ ക്വാർട്ടർ ഫൈനൽ മത്സരം കളിക്കാനുള്ള ഒരുക്കത്തിലാണ്. ആ മത്സരം നടക്കുന്നത് ജനുവരി 7-നാണ്. അതായത് വരുന്ന ചൊവ്വാഴ്ചയാണ് ആ മത്സരം. രാത്രി ഇന്ത്യൻ സമയം 11 മണിക്ക് അൽ ഹിലാലിൻ്റെ മൈതാനമായ കിങ്ഡം അറീനയിലാണ് ആ മത്സരം നടക്കുക. ഇതിനായിട്ടുള്ള ഒരുക്കങ്ങളിലേക്ക് അൽ ഹിലാൽ കടന്നിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് നെയ്മർ ജൂനിയർ തൻ്റെ ട്രെയിനിങ് ഇന്നലെ മിസ് ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, ചെറിയ ഒരു പ്രശ്നം, അദ്ദേഹത്തിൻ്റെ വയറുവേദന എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട്. സ്റ്റൊമക്ക് പെയിൻ കാരണം നെയ്മർ ജൂനിയർ ടീം ട്രെയിനിങ് മിസ് ചെയ്തിട്ടുണ്ട് എന്നാണ് സൗദി മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. ഏതായാലും അത് സ്വാഭാവികമാണ്, വലിയ ഇഷ്യൂ ഒന്നും ഇല്ല എന്ന് തന്നെയാണ് സൂചനകൾ. അദ്ദേഹം വരും ദിവസങ്ങളിൽ ട്രെയിനിങ്ങിലേക്ക് മടങ്ങിയെത്തും. പക്ഷേ ഇവിടെ ഇന്നലെ വന്നിട്ടുള്ള മറ്റൊരു വാർത്ത, സൗദി അറേബ്യൻ സോഴ്സിൽ നിന്ന് വന്ന വാർത്ത, ഹമദ് അൽ സൊയ്ലിഹി റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് സോ ഫാർ ഇതുവരെയുള്ള ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ അൽ ഹിലാൽ നെയ്മർ ജൂനിയറെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ, അതായത് ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗിൽ മാത്രം, AFC ചാമ്പ്യൻസ് ലീഗ് എലൈറ്റിൽ മാത്രം കളിപ്പിക്കുക എന്നുള്ള രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത്. സൗദി പ്രോ ലീഗിൽ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നടപടികളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതാണ് ഇപ്പോഴുള്ള ട്രെൻഡ് എന്നാണ് കൃത്യമായിട്ട് സൗദി അറേബ്യൻ സോഴ്സിൽ നിന്ന് വരുന്ന റിപ്പോർട്ട്. അത് തീർച്ചയായിട്ടും നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇതുവരെ അദ്ദേഹത്തെ സൗദി പ്രോ ലീഗിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇനി രജിസ്റ്റർ ചെയ്യേണ്ട എന്നാണ് തീരുമാനമെങ്കിൽ വളരെ കുറഞ്ഞ മത്സരങ്ങൾ മാത്രമായിരിക്കും അദ്ദേഹം വരുന്ന ജൂൺ മാസം വരെ, അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ അൽ ഹിലാലുള്ള കോൺട്രാക്റ്റുള്ള സമയം വരെ കളിക്കുക. അതെന്തായാലും അദ്ദേഹത്തിന് തിരികെ വന്നിട്ട് അധികം പ്ലേയിങ് ടൈം ലഭിക്കാതിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാക്കുക. അത് ആശങ്കയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.